ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതുവിലേക്ക് സ്വാഗതം. ഗൈസ് ഇന്നൊരു കിട്ടുമ്പോഴത്തെ ഒരു സോളോ വേഴ്സസ് സ്ക്വാഡ് റാങ്ക്ഡ് മാച്ചിനെ കാണാൻ വേണ്ടി പോകുന്നു കേട്ടോ. എന്തായാലും ഗൈസ് അതും നെക്സ്റ്റ് റാപ്പിൽ ഇറങ്ങി തകർത്ത് തൂത്ത് വരാൻ പോകുന്ന ഒരു കിട്ടുക്കം പോലത്തെ മാച്ച് ഒക്കെ. എന്തായാലും ഗൈസ് ഈ ഒരു സ്കോഡിനെത്തുണ്ടല്ലോ മൊത്തം ആൾക്കാർ നമ്മളെ വാരിപ്പറക്കി അടിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് നമ്മുടെ സ്കോഡ് വെപ്പ് ചെയ്ത് മാസം റിമോട്ടൊക്കെ ഇടുന്ന ഒരു അവസ്ഥയില്ല ഗൈസ് ഒക്കെ. എന്തായാലും അതൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ നേരെ ഉണ്ടല്ലോ ആ ഒരു ഗ്രേവ് ലാബ്സിലേക്ക് ഇറങ്ങിയത്. ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ അത്യാവശ്യം ലൂട്ടൊക്കെ കിട്ടും. അത് മാത്രമല്ല എനിമീസും കൂടി ഉണ്ടായിരുന്നു ഗൈസ്. ഞാൻ മാപ്പിനകത്ത് സാധാരണയൊക്കെ നോക്കിയിട്ടുള്ള പ്ലെയിനർ ആരും ഇല്ല എന്നൊക്കെ ഉറപ്പാക്കിയിട്ട് മാത്രമേ സാധാരണ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങത്തുള്ളൂ സോളോ സ്കോഡ് കളിക്കുന്ന സമയത്ത്. പക്ഷേ ഗൈസ് ഇന്നത്തെ ഒരു മാച്ചിലെത്തുണ്ടല്ലോ ആ ഒരു നെക്സ്റ്റ് ആയതുകൊണ്ട് ഇറങ്ങിയ പാടനെ തപ്പി നടക്കാൻ എനിക്ക് വയ്യ. എനിമിയൊക്കെ എൻ്റെ കൂടെ തന്നെ വരട്ടെ, എന്നെ തപ്പി അങ്ങ് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതായിരുന്നു. ഒന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരുത്തരാണെങ്കിൽ അങ്ങോട്ട് ചാടിയും തുള്ളിയും കളിക്കുന്നുണ്ടായിരുന്നു. അവനെ അങ്ങ് അടിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ തൊട്ട് നടുക്ക് ഗൈസ്. അതായത് നമ്മുടെ ഉണ്ടല്ലോ ആ ഒരു ഗ്രേവ് ലാബ്സിൻ്റെ ഈ ഒരു ചാടി കളിക്കുന്നതിനെ നടുക്കില്ല ഗൈസ്. അവിടെ ലെവൽ 3 ചിപ്പുകളുണ്ടല്ലോ. ഏതെങ്കിലും ഒരു ഗണ്ണ് സാധാരണ കടക്കിലുണ്ടായിരിക്കും. സോ അതാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് കിട്ടിയത് AUG ആയിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ ഈ ഒരു മാച്ച് മൊത്തം നമുക്ക് AUG വെച്ച് മൊത്തം മാച്ചും കംപ്ലീറ്റ് ആക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ നടക്കുന്നത്. പിന്നെ മാത്രമല്ല P90 ആണ് ഇരിക്കുന്നത് കയ്യിൽ കേട്ടോ. ഷോർട്ട് റേഞ്ച് P90 ആയതുകൊണ്ട് അതെന്തായാലും മാറ്റണം. എനിക്ക് വേണ്ട ഷോർട്ട് റേഞ്ച് എന്ന് പറഞ്ഞാൽ MB40 ആണ്. അതെന്തായാലും എനിക്കുണ്ടല്ലോ ആ ഒരു എന്താണ് വെന്റിമേഷനകത്ത് മേടിക്കാനും പറ്റുന്നതായിരിക്കും കേട്ടോ. അതിനുശേഷം കേസ് ഒരുത്തനെ കൊന്നതിന് ശേഷം ഇതിലെ കൂടെ ചാടിത്തുള്ളി പോകുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു എനിമീൻ ഉണ്ടല്ലോ എൻ്റെ സ്കില്ലിനകത്ത് പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഉണ്ടല്ലോ ആ ഒരു ക്ലൂ എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടറല്ലേ കേസ്, ആ ഒരു പെണ്ണുമ്പിള്ള അവളെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അവളുടെ സമയത്ത് മാപ്പിനകത്തുണ്ടല്ലോ ഒരു സ്കാനർ പോലെ ആക്ട് ആക്കിയിട്ട് അടുത്ത ആരെങ്കിലും എനിമീസ് ഉണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. എവിടെയെന്ന് കാണിച്ചു തരത്തില്ല, പക്ഷേ കേസ് കറക്റ്റായിട്ട് എനിമി ഉണ്ടോ ഇല്ലയോ എന്നുണ്ടല്ലോ കറക്റ്റായിട്ട് അവൾ കാണിച്ചു തരും കേട്ടോ. എന്തായാലും ആ ഒരു ക്യാരക്ടർ വെച്ചുകൊണ്ട് അത്യാവശ്യം കേസ് സ്കില്ലൊക്കെ എടുക്കാൻ വേണ്ടി പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഒരു ക്യാരക്ടർ സ്കിൽ വെച്ചത്. പിന്നെ മാത്രമല്ല കേസ് ഞാൻ ബാക്കിയുള്ള ക്യാരക്ടർ സ്കിൽ കൂടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിഷയമായിരിക്കും കേട്ടോ. എന്തായാലും ആ ഒരു എനിമിയെ തല്ലിക്കൊല്ല പെട്ടെന്ന് പോയി തല്ലിക്കൊള്ളാൻ മാക്സിമം റഷ് ആയിട്ട് കളിക്കുന്ന രീതിക്കുള്ളൊരു സ്കില്ല് തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. എന്തായാലും അതോടെ ഇരിക്കട്ടെ. അതിന് മുമ്പ് വേറൊരു കാര്യം പറഞ്ഞുതരാം. അതായത് കേസ് നമ്മുടെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ഈ ലൈക്ക് ചെയ്യാൻ പറയുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാർക്ക് എത്ര പേർക്ക് ഇഷ്ടമുണ്ടെന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോ എത്തുന്നതായിരിക്കും. അതിനകത്ത് കുറേ പേർ നിങ്ങളെ പോലെ തന്നെയുള്ള ആൾക്കാർ എത്ര പേരുണ്ടെന്ന് നമുക്ക് നോക്കാമല്ലോ. സോ അതുവേണ്ടിയാണ് ജസ്റ്റ് ലൈക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നത്. മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. തൊട്ട് താഴെ നമ്മളുണ്ടല്ലോ ആ ഒരു ഫാമട്ടോപ്പിയ സൈഡിലേക്ക് വന്ന സമയത്തേക്കുണ്ടല്ലോ ഒരുത്തരാണെങ്കിൽ അടിയും കൊണ്ട് ജീവനും കൊണ്ട് ഓടിപ്പടിച്ച് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുമായിരുന്നു കേട്ടോ. അവൻ ഓടിയ സ്ഥലത്ത് പുല്ലുപോലും മുളയ്ക്കാത്ത രീതിയിൽ ഓടിയായിരുന്നു. അവനെ നമ്മൾ അടിച്ച് നോക്കെടുത്തു. രണ്ടാമത്തെ ഒരുത്തരാണെങ്കിൽ തൊട്ട് മുമ്പ് വന്നിട്ടുണ്ടല്ലോ വേറെ റിവൈവ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. അവൻ എല്ലാം ടീമായിരുന്നു. നൈസ് അവനെയും കൂടെ അടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ട് 3 കില്ല് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോരുത്തരാണെങ്കിൽ ആ ഒരു പാലത്തിന് മണ്ടയ്ക്ക് അയ്യോ എൻ്റെ ടീമിലെ 3 പേര് പോയ ബാക്കിയുള്ള ഒരുത്തർ ഞാൻ നിന്നിട്ട് എന്ത് ചെയ്യും എന്ന് നൈസായിട്ട് കേസ് എന്നെ സ്പെക്ക് ചെയ്തുകൊണ്ട് എന്നെ നോക്കിക്കൊണ്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അവനൊരു ഹെഡ് ഷോട്ട് കൊടുത്തപ്പോഴത്തേക്ക് അവൻ്റെ കിളിയും കിളിക്കൂടും പറയും അവൻ പെട്ടെന്ന് തന്നെ ഉണ്ടല്ലോ ഉള്ള കോയിലും തക്കിയും പിടിച്ചിട്ട് റിവൈവ് ചെയ്യാൻ വേണ്ടി ഓടിയിട്ടുണ്ടായിരുന്നു. അവന്മാർ വരുമോ നമുക്ക് നോക്കാം. ആ സമയത്ത് നോക്കുമ്പോഴത്തേക്ക് വേറെ എനിക്കാണെങ്കിലോ നമ്മുടേക്ക് ഷോർട്ട് റേഞ്ചിൽ ഓടി വന്നിട്ടുണ്ടായിരുന്നു. MB40 പിടിച്ച് അവനെ കേസ് നൈസായിട്ട് കേസ് അവനെ കൂടെ കംപ്ലീറ്റ് ചെയ്ത് മൊത്തം കേസ് നമ്മുടെ ഈ ഒരു മാച്ചിനെ 5ാമത്തെ കില്ല് അവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും 5 കില്ലും വിഷയം തന്നെയായിരുന്നു. എന്തായാലും അതിനുശേഷം കേസ് ഉണ്ടല്ലോ അവിടെ റിവൈവ് ചെയ്യാൻ വേണ്ടി പോയിരുന്നുണ്ടായിരുന്നല്ലോ. എന്തായാലും അവനെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു റിവൈവ് പോയിന്റിൽ അതായത് നമ്മുടെ ആ ഒരു വെന്റിമേഷൻ്റെ സൈഡിലുള്ള ആ ഒരു വീടിൻ്റെ മണ്ടയ്ക്ക് കയറുന്നു കഴിഞ്ഞാണ്ടല്ലോ അവനാറുണ്ടല്ലോ റിവൈവ് ചെയ്യാൻ വേണ്ടി വരും. ആ ഒരു സമയത്ത് അവനെ കടിച്ച് കംപ്ലീറ്റ് ആക്കാം എന്നൊക്കെ വിചാരിച്ച് നമ്മളൊരു വീടിൻ്റെ മണ്ടയ്ക്ക് കയറുന്ന സമയത്തുണ്ടല്ലോ തൊട്ട് പുറകിൽ കേസ് നമ്മുടെ ഒരു ബാൽക്കണിയുടെ സൈഡിൽ എന്തോ ഒരു അനക്കം കയറിയിട്ട് നേരെ വന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരുത്തനാണെങ്കിൽ കേസ് വേഗം നമ്മൾ മുമ്പിലേക്ക് കയറുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഞാനും ഗ്ലൂട്ടു അവനും ഗ്ലൂട്ടു ചെറിയൊരു ഓട്ടയുണ്ടായിരുന്നു. അതിലേക്കൂടെ അവൻ കയറി വന്ന സമയത്ത് MB40 വെച്ചിട്ട് അവനെ കേസ് എങ്ങനെയാണെന്ന് അറിയത്തില്ല പിടിച്ച് അവനെ കംപ്ലീറ്റ് ആക്കി. അക്യൂറസി ഒന്നും ഇപ്പോൾ സെറ്റ് ആകുന്നില്ല. സത്യം പറയാലോ അക്യൂറസി ഒന്നും റെഡി ആകുന്നില്ല. ഗൺ സ്കിന്ന് മാറ്റിക്കൊണ്ടാകുന്നു. എന്തായാലും അവനെയും അടിച്ച് കംപ്ലീറ്റ് ആക്കി. നമ്മൾ മൊത്തം 6ാമത്തെ കില്ല് കേസ് 6 കില്ല് ഇവിടെ തന്നെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഉണ്ടായിരുന്നു കേസ് ലൈക്കിനെ പറ്റി. ലൈക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് എത്തത്തുള്ളൂ. പിന്നെ മാത്രമല്ല നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം 24 അവേഴ്സിനുള്ളിൽ തന്നെ മാക്സിമം ഹൈ പോയിന്റ് കൂടെ കിട്ടിയാൽ മാത്രമേ ബാക്കിയുള്ള ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോ എത്തത്തുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ വളരെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. സോ അതേപോലെ കേസ് എന്നെ ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഗേ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയ്ക്ക് റിഡീം കോഡ് കൊടുക്കുന്നുണ്ട്. എല്ലാ വീഡിയോസിനകത്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞ ഒരു സജഷൻ ഞാൻ ശരിക്കും കേട്ടിട്ടുണ്ട് കേസ്. അതായത് ഉണ്ടല്ലോ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു ദിവസം ഒരു ഗെയിം പ്ലേ അപ്ലോഡ് ചെയ്തിട്ട് അതിനകത്തുണ്ടല്ലോ ആ ഒരു വീഡിയോ അതിനകത്ത് ഒരു റിഡീം കോഡ് മാത്രം വെക്കുന്നത് എന്ത് കഷ്ടമാണ്. ഒരാൾക്ക് മാത്രമല്ല ഒരു ദിവസം കിട്ടത്തുള്ളൂ. ഭയങ്കര ശോകമാണ്. ഒരു 3-4 സെറ്റ് ആക്കുവാണെങ്കിൽ ഒരു 3-4 പേർക്കൊക്കെ ഡെയിലി കിട്ടുവാണെങ്കിൽ അത് അടിപൊളി ആയിരിക്കത്തില്ല. കുറേ ആൾക്കാർക്ക് എടുക്കാൻ കൂടി ഒരു മോട്ടിവേഷനൊക്കെ ആവില്ലെന്ന് കുറേ പേര് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും കേസ് ഞാനത് കേട്ടു. എന്തായാലും ഡെയിലി ഇപ്പോൾ ഒരു വീഡിയോ എന്നുള്ളത് നൈസായിട്ട് കേസ് എണ്ണം കൂട്ടാൻ വേണ്ടി മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾ പറഞ്ഞ പോലെ കേസ് മാക്സിമം റിഡീം കോഡും കാര്യങ്ങളും എൻ്റെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എന്തായാലും അതവിടെ ഇരിക്കട്ടെ. അതിന് ശേഷം നോക്കുമ്പോഴത്തേക്ക് കണ്ടല്ലോ ഒരു എനിമിയാണ് നൈസായിട്ട് കേസ് അടി നമ്മുടെ മുന്നിൽ കൂടെ പെട്ടിട്ട് നൈസായിട്ട് കേസ് ഓടി വന്നിട്ടുണ്ടല്ലോ. അവിടെ നിന്ന് കവർ എടുത്തായിരുന്നു. കൊച്ചു കള്ള ലാസ്റ്റ് മെന്നായിരുന്നു ആ സ്കോഡിൽ കേട്ടോ. അവൻ ജീവനും കൈ പിടിച്ച് അയ്യോ എൻ്റെ സ്കൂളിലുള്ള ബാക്കിയുള്ള ആൾക്കാരെ ഞാൻ തന്നെ രക്ഷിക്കണേ വേറെ ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് കേസ് അവൻ ജീവനും കൊണ്ട് ഓടി വരുന്ന സമയത്ത് അവനെ കേസ് ആദ്യം ഞാൻ അടിക്കാൻ തോന്നില്ല. അതിൻ്റെ ബുദ്ധിപരമായ ഒരു നീക്കമായിരുന്നു. നൈസായിട്ട് കേസ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് അവൻ ഓപ്പൺ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അവന് ഡാമേജും കൊടുത്ത് അവനെ ഉണ്ടല്ലോ ആ ഒരു ടെൻറ്റിനകത്താക്കി
ഗ്ലൂ വാൾ മെൽറ്റർ ഇട്ട് പൊട്ടിച്ച് അവനെ ഗൈസ് ഹെഡ് ഷോട്ട് അടിച്ച് MP40 ഹെഡ് ഷോട്ട് അടിച്ച് അവനെ കംപ്ലീറ്റ് ആക്കി കിഡിലം പോലെ ഗൈസ് 7 കില്ല് അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഈ ഒരു സമയത്ത് ഗൈസ് ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ പ്ലീസ് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എപ്പോഴും ഞാൻ പറയുന്ന കാര്യത്തോട് ലൈക്ക് ചെയ്യാൻ വേണ്ടി കേട്ടോ. മാക്സിമം ഗൈസ് ലൈക്ക് ചെയ്യുക ഗൈസ്, എന്നാൽ മാത്രമേ നമ്മുടെ വീഡിയോ മാക്സിമം കുറേ പേരിലേക്ക് എത്തത്തുള്ളൂ, കുറേ പേര് കാണത്തുള്ളൂ. സോ അതിന് വേണ്ടിയാണ് കേട്ടോ. ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് പഴയ പവറില്ല, പഴയ നീക്കമറൊക്കെ എവിടെയെന്നൊക്കെ ചോദിക്കുന്നില്ല. സോ അതിന് നിങ്ങളും കൂടെ സപ്പോർട്ട് ചെയ്താൽ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം കേസ് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ കൂടെ ശ്രമിക്കുക കേട്ടോ. പിന്നെ കേസ് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, നമ്മുടെ എല്ലാ വീഡിയോസിനകത്ത് ഒരു സീക്രട്ട് കോഡ് പറയുന്നുണ്ടായിരിക്കും. ആ കോഡ് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എനിക്ക് മനസ്സിലാവും ഓക്കെ അവരാണ് നമ്മുടെ ചാനലിലെ യഥാർത്ഥ സബ്സ്ക്രൈബേഴ്സ്, യഥാർത്ഥ വ്യൂവേഴ്സ്, ലാസ്റ്റ് വരെ കാണുന്ന ആൾക്കാർ അവരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നതായിരിക്കും. അന്ന് കേസ് ഇന്നത്തെ ഒരു സീക്രട്ട് കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ എന്താണ് കേസ് AUG3 AUG3 എന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇത്രയും നേരം നിങ്ങൾ വീഡിയോ കണ്ട ആൾക്കാരാണെങ്കിൽ AUG3 എന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു മാച്ചിനകത്ത് മൊത്തം കേസ് നമ്മൾ കളിച്ചുകൊണ്ടിരുന്നുണ്ടല്ലോ AUG3 വെച്ചിട്ടല്ലേ. സോ അതുകൊണ്ടാണ് കേസ് അതിനൊരു ഹോണർ കൊടുക്കുന്ന പോലെ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് മാക്സിമം കേസ് എല്ലാവരും AUG3 എന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾ അത്രയും നേരമൊക്കെ നമ്മുടെ വീഡിയോ കണ്ട ആൾക്കാരെന്ന് എനിക്ക് മനസ്സിലാകുന്നതായിരിക്കും കേട്ടോ. സോ അതിവിടെ ഇരിക്കട്ടെ. അതിൻ്റെ കൂടെ തന്നെ കേസ് വേറൊരു കാര്യം പറഞ്ഞുതരാം. അതായത് ഞാൻ കഴിഞ്ഞ 2 ദിവസമായിട്ടുണ്ടല്ലോ ലൈവ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നൈസായിട്ട് ടെസ്റ്റ് സ്ട്രീം കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ട്രൈ ചെയ്ത് കുറേ കാര്യങ്ങൾ ഇനി മാറ്റാനുണ്ട്. എൻ്റെ കയ്യിലുള്ള ആക്സസറീസ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. സോ അതൊക്കെ 1 by 1 ആയിട്ടേ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. പെട്ടെന്ന് ഒരു ദിവസം പോയിട്ട് എന്നാൽ പിന്നെ സ്ട്രീം ചെയ്യാമെന്ന് പറഞ്ഞു പോകുന്നൊരു അവസ്ഥയിലല്ല ഇപ്പോൾ കറൻ്റ് ഉള്ളത്. എൻ്റെ ലാപ്ടോപ്പൊക്കെ സെറ്റാണ്, സ്ട്രീമിംഗ് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ സൗണ്ട് ഇഷ്യൂസും അതേപോലെ എൻ്റെ ഉള്ള ഗാഡ്ജറ്റ്സിൻ്റെ ചെറിയൊരു അപ്ഗ്രേഡേഷൻ്റെ പ്രശ്നവും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഒന്ന് ഹോൾഡ് ആകുന്നത് കേട്ടോ. എന്തായാലും മാക്സിമം പെട്ടെന്ന് തന്നെ ഞാൻ സ്ട്രീം കാര്യങ്ങളൊക്കെ വന്നിട്ട് നിങ്ങളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാം. ഉള്ളത് വെച്ച് അതായത് സംഭവിച്ച് എന്നാൽ പിന്നെ ലൈവ് ചെയ്തേക്കാന്ന് വിചാരിച്ച് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് തന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും മടുപ്പായി പോയി കേട്ടോ. കാര്യം നിങ്ങൾ തന്നെ ഓരോരോ പ്രശ്നങ്ങൾ ഓരോരോ സെക്കൻഡ് കഴിയുമ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോണ്ടിരിക്കാൻ ഭയങ്കര ശോകമാണ് കേട്ടോ. ചെറുമാരൊക്കെ വന്നിട്ട് പറയണൊക്കെ ഇതിൻ്റെ മോന്ത കാണുന്നില്ല, ക്യാമൊക്കെ മര്യാദക്കൊക്കെ നായേ എന്നൊക്കെ മുഖത്ത് നോക്കി പറയത്തില്ലേ. സോ അങ്ങനെയൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. അതാലോചിക്കും കുറച്ച് സ്നേഹത്തോടെ മക്കളെ ചേട്ടാ ബ്രോ മാമ കുറച്ചൊന്ന് റെഡിയാക്കണം എന്ന് സ്നേഹത്തോടെ പറയുകയാണെങ്കിൽ നോക്കി. ഇതങ്ങനെയല്ല, അതൊക്കെ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് നൈസായിട്ട് ഞാനതൊക്കെ റെഡിയാക്കിയതിന് ശേഷം മാത്രമേ ഇനി എന്തായാലും ലൈവ് ഉണ്ടാകത്തുള്ളൂ. ഇല്ലാന്ന് വിചാരിച്ചു ഒന്നും ടെൻഷൻ ആകേണ്ട കാര്യമില്ല. കിടുക്കം പോലത്തെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ പുതിയ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പണ്ടത്തെ പോലെ ഹൈഡ് ആൻഡ് സീക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ വളരെ ആഗ്രഹമുണ്ട്. അതിന് നിങ്ങളുടെ ഹെൽപ്പ് വേണം. സോ അതുണ്ടല്ലോ നമ്മുടെ ഡിസ്കോഡ് ഒന്ന് ആക്റ്റീവ് ആക്കി എടുത്തിട്ട് അന്ന് മാത്രമേ റെഡി ആകത്തുള്ളൂ. സോ ഡിസ്കോഡിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ തരാം, ഇപ്പോഴല്ല വഴിയേ ഞാൻ തരാം. ഇനി വരുന്ന വീഡിയോസിനൊക്കെ ആണെങ്കിൽ പോലും ഇതിൻ്റെ ഒരു അപ്ഡേറ്റ്സ് ഇല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഇൻഫോം ചെയ്യാം നിങ്ങളെ കേട്ടോ. അങ്ങനെയാണ് നിങ്ങൾ കയറിപ്പോന്നെ വേറെ ലെവലാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. എന്തായാലും ഫാമ ടോപ്പിൽ നിന്ന് കിടുമ്പോഴത്തെ കില്ലുകളൊക്കെ എടുത്ത് പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ഒരു കിട്ടുക്കം പോലത്തെ ഹെഡ് ഷോട്ട് ആയിരുന്നു. എൻ്റെ മോനെ ഇത്രയും നേരം ഉണ്ടല്ലോ ആ ഒരു AUG3 വെച്ചൊരു ഹെഡ് ഷോട്ട് എടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമം ആ ഒരു ഒറ്റ ഹെഡ് ഷോട്ടിലെങ്കിൽ എനിക്കങ്ങ് തീർന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ നോക്കുമ്പോഴത്തേക്കും 11 കില്ലും 16 ലൈവും 14.3 റേറ്റിംഗും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം കേസ് കുറേ അധികം കോയിനൊക്കെ കിടക്കുന്നു. ഈ കോയിനൊക്കെ വെച്ച് ഞാൻ എന്ത് ചെയ്യാൻ അത്യാവശ്യം ഉണ്ടല്ലോ ആ ഒരു ഫാമ ടോപ്പിൽ നിന്ന് കില്ലൊക്കെ വാരിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. അമ്മാറെ എടുത്ത് വിട്ട് ചാവാൻ വേണ്ടി പാടില്ല എന്ന് വിചാരിച്ചാണ് നൈസായിട്ട് ഓടി ഒന്ന് സോണൊന്ന് ചുറ്റിക്കറങ്ങുന്നത്. അതായത് ഡയറക്റ്റ്ലി എനിക്ക് ഞാൻ മാർക്ക് ചെയ്തില്ലെങ്കിൽ എനിക്ക് പോകുന്ന ഡെസ്റ്റിനേഷനിലേക്ക് എനിക്ക് നൈസായിട്ട് ഡയറക്റ്റ്ലി അങ്ങ് പോയാൽ മതിയായിരുന്നു. പക്ഷേ കേസ് അങ്ങനെയല്ല, ഒന്ന് ഹോൾഡാക്കി സോണിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ പറ്റിച്ചേർന്ന് പോയി കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. ഒറ്റ എനിമി കാണത്തില്ല, മാത്രമല്ല ഈ ഒരു സൈഡിലൊന്നും എനിമിയില്ല, നമുക്ക് തലക്കകത്ത് ഫീഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ അവിടുന്ന് ഒരു അടി നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല കേട്ടോ. എന്തായാലും ഓടുന്ന വഴിക്ക് ഒരു കുതിരേനെ കണ്ടു, അതിനെ കടിച്ച് കൊന്നു. ഇല്ലെന്ന് നിങ്ങൾക്ക് അറിയാലോ കേസ് ലാസ്റ്റ് കൊണ്ടൊക്കെ കുതിര കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലമാർ മിഷയൊക്കെ ഇട്ടങ്ങ് ഇറങ്ങും എന്നും പറയാൻ വേണ്ടി പറ്റത്തില്ല. നമ്മൾ നിന്ന് അടി വാങ്ങേണ്ടി വരും കേട്ടോ. എന്തായാലും അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ ഒരു ക്യാരക്ടർ ഇട്ട് നൈസർ കേസ് ആ ഒരു കുതിര അങ്ങ് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമുക്ക് വേണ്ട വീടിൻ്റെ മണ്ടക്കെത്തി ഒന്ന് നോക്കുമ്പോഴത്തേക്കും സോ ഗൈസ് നമ്മളുണ്ടല്ലോ കിടിലം പോലത്തെ ഒരു പൊസിഷനാണ് നിൽക്കുന്നത്. പിന്നെ ഗൈസ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം എനിമീസിനെ ഓടുന്ന കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ. വൈദ്യുതി നോക്കുമ്പോഴത്തേക്കും ഒരു കാട്ടുവാഴയാണ് നൈസർ കേസ് ഗ്ലൂൾ പോലും ഇടാതെ ഗ്ലൂൾ ഇട്ട് പറഞ്ഞപ്പോഴത്തേക്ക് കിട്ടും, ഞാൻ പറഞ്ഞിട്ടാണ് ഗ്ലൂ ആട്ടോ കേട്ടോ. എന്തായാലും അവൻ്റെ കേസ് നൈസർ കേസ് ഗ്ലൂ ആക്കിയിട്ട് നേരെ വീട്ടിലേക്ക് ഓടിക്കയറാനാണ് നോക്കുന്നത്. മെഡിക്കറ്റ് പോലും യൂസ് ചെയ്ത് അവരെ നിന്നാണ് കേട്ടോ. മെഡിക്കറ്റ് യൂസ് ചെയ്ത് കയറിയാൽ മതിയായിരുന്നു. എന്തായാലും അവനെ കൂടെ അടിച്ച് കംപ്ലീറ്റ് ആക്കി മൊത്തം 12 കില്ല് അവിടെ നിന്ന് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് ഹോൾഡ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും കേസ് 9 പേര് സ്റ്റില്ല ലൈവ് 14.8 റേറ്റിംഗും 2800 കോയിൻ കേസ് നമ്മുടെ കയ്യിൽ കേട്ടോ. AUG3 ആണ് ഇരിക്കുന്നത്. അതേപോലെ MP40 ഇരിപ്പുണ്ട്. ഉള്ള കോയിൻ കേസ് മാക്സിമം കേസ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ചുറ്റൊക്കെ വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ കേസ് നമുക്ക് 2 ഗണ്ണും അടിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. 600 1200 കോയിൻ വെച്ച് മാത്രമേ നമുക്ക് യൂസ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തായാലും കുഴപ്പമില്ല. പിന്നെ മാത്രമല്ല AUG3 കിട്ടിയതുകൊണ്ട് നമുക്ക് ചിപ്പൊന്നും കൊടുക്കേണ്ടയും വേറെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യേണ്ടയും വേറൊരു ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. ഫുൾ ആൻഡ് ഫുൾ നമ്മുടെ കയ്യിൽ തന്നെയാണ് കോയിൻ ഇരിക്കുന്നത്. സോ ഈ ഒരു കോയിൻ എന്തെങ്കിലും ചെയ്ത് ആ ഒരു AUG3 മാറ്റി
മാറ്റണമെന്ന് ഞാൻ ഒന്ന് ആഗ്രഹിച്ചിട്ടാണ് നൈസർ കേസ് ഞാൻ ഗണ്ണൊന്ന് അടിച്ചു നോക്കിയത്. വിഞ്ചസ് 3 കിടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അതെടുക്കാനുള്ള കോയിൻ എൻ്റെ ഇല്ലായിരുന്നു കേസ്. ഓക്കെ, മുമ്പേ തന്നെ കോയിൻ പിടിച്ചാൽ മതി, പക്ഷേ കേസ് വേണ്ട. ഇത്രയും നേരം നമ്മൾ AU3 വെച്ച് തന്നെ കളിച്ചിട്ട് കേസ് ലാസ്റ്റ് പോയി മാറ്റുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശോകം അല്ലേ. അതുകൊണ്ട് ഈ ഒരു ഗണ്ണ് വെച്ച് തന്നെ ഈ ഒരു മാച്ച് കംപ്ലീറ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് നോക്കുമ്പോഴത്തേക്കും ഓപ്പണിൽ നിന്ന് കേസ് വേറൊരുത്തിന് അടിക്കുന്നുണ്ടായിരുന്നു. അവനെയാണെങ്കിൽ വേറൊരു കാട്ടുവാഴാണ് അടിച്ച് നോക്കെടുക്കുകയും ചെയ്തു. പക്ഷേ കേസ് കൊയ്തർ അവന്മാരാണെങ്കിലും നെല്ല് നമുക്കുള്ളതെന്ന് പറയുന്ന പോലെ ആ ഒരു കില്ല് നോക്കാക്കിയത് അവന്മാരാണ്. പക്ഷേ കേസ് അടിച്ചെടുത്തത് ഞാനാണ് കേട്ടോ. ഞാൻ അടിച്ചുകൊണ്ടിരിക്കുന്നവൻ്റെ വേറെ അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, കില്ലൊക്കെ വെറുതെ പോകും. എന്തായാലും അവന്മാർക്ക് നല്ല ഡിപ്രഷനിലായി കാണും കേട്ടോ. ഇനി 4 എനിമീസ് മാത്രമേ ബാക്കിയുള്ളൂ കേസ്. 3 പേര്. ഓക്കെ, 3 എനിമീസ് എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് പൊസിഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കിടിലം പോലത്തെ പോയ ഈ ഒരു സോളോ വേഴ്സസ് റാങ്ക്ഡ് മാച്ച്, അതും നമ്മളുണ്ടല്ലോ നെക്സ്റ്റ് ഡേ കളിക്കുന്ന കിടുക്കം പോലത്തെ മാച്ച് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ. എന്തായാലും 2 പേരെ ഞാൻ ഓൾറെഡി സ്പോട്ട് ചെയ്തു. 3 പേര് അല്ലേ ഉള്ളൂ, ഒന്ന് ഞാനും ബാക്കി ആ 2 പേരും കേട്ടോ. ഒരുത്തനാണെങ്കിൽ താഴെ റിവൈവ് ചെയ്യാൻ പറ്റില്ലാന്ന് തോന്നുന്നു, അതിനകത്തേക്ക് കയറിപ്പോയിട്ടുണ്ട്. വേറൊരുത്തനാണെങ്കിൽ ആ ഒരു വീടിന് മടങ്ങും കേട്ടോ. നിങ്ങളത് മൈൻഡിലേക്ക് കേസ് കറക്റ്റ്ലി അങ്ങ് കയറ്റിക്കോ, എവിടെ ഉണ്ടാവുമാരെന്നുള്ള കാര്യം മറക്കാൻ വേണ്ടി പാടില്ല. ലാസ്റ്റ് ഓൺലി കേസ് ഏറ്റവും കൂടുതൽ നോക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു കാര്യമായിരുന്നു കേട്ടോ. പക്ഷേ നോക്കുമ്പോഴത്തേക്കും ഒരുത്തനെ പുറത്തിറങ്ങി വന്നു. അവൻ അയച്ചൊരു ഗ്ലൂ ഇട്ടു. ഞാപ്പത്തേക്കും കണ്ടല്ലോ കറുത്ത ലോഞ്ചർ എടുത്തിട്ട് അത് പൊട്ടുകയും അവൻ അടിക്കുകയും എല്ലാം ചെയ്തു ഒരുമിച്ചായിരുന്നു കേട്ടോ. എന്തായാലും അവനെ കംപ്ലീറ്റ് ആക്കി നോക്കുമ്പോഴത്തേക്കും 2 ആൾക്കാരെ മാത്രമേ അലയുള്ളൂ. എന്തായാലും ഒരുത്തിന് എന്തായാലും ആ ഒരു എന്താണ് ആ ഫാർമ ടോപ്പിയുടെ മേഡിലോ താഴെ ഇറങ്ങി ഏതെങ്കിലും കാട്ടുവാടി ആയിരിക്കും വിചാരിച്ച് അവനെ കേസ് നൈസായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. എന്തായാലും അവിടെയായിരുന്നു കേസ് എനിക്കൊരു അബദ്ധം പറ്റിയത്. കാര്യം ലാസ്റ്റൊക്കെ നൈസായിട്ടുണ്ടല്ലോ പവറൊക്കെ ഇട്ട് മൊത്തത്തിലൊക്കെ നോക്കണമായിരുന്നു. അവൻ അവിടെ തന്നെ കാണും എന്ന് ഞാൻ 100% വിശ്വസിച്ച് അവിടെ നിന്നു. അതാണ് ഞാൻ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം. പക്ഷേ ഉണ്ടല്ലോ മറ്റൊരാണ് ഞാൻ കൊന്നവൻ്റെ പെട്ടി ലൂട്ടിക്കൊണ്ട് ആ കാട്ടുവാടി അവിടെ നിൽപ്പുണ്ടായിരുന്നു. ആദ്യം തന്നെ കണ്ടുപിടിച്ചടിച്ചിരുന്നെങ്കിൽ അവൾ അവിടെ കിടന്നേനെ കേസ്. എൻ്റെ മിസ്റ്റേക്കാണ്. ഗ്ലൂ ആൾട്ട് ലോങ്ങിലായി പോയി. അവൻ വന്ന് കയറി പവറിട്ട സമയത്ത് ഗ്ലൂ ആൾട്ട് പിന്നെ കേസ് ഒന്നും മെഡിക്കറ്റ് ഒന്നും യൂസ് ചെയ്യാനൊന്നുമില്ല, ഇൻഹേലർ ഒന്നും അടിക്കാനൊന്നുമില്ല. മൊത്തത്തിൽ അടിച്ച് കേസ് അവളെ അടിച്ച് നൈസായിട്ട് കംപ്ലീറ്റ് ആക്കി. പക്ഷേ കിടുമ്പോഴത്തെ വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ കിടുമ്പോഴത്തെ വേറെ ലെവൽ കിട്ടണം. അത് ഗൈസ്.